നിയമസഭയ്ക്കകത്തേക്ക് കടക്കുന്നു. PDC സർക്കാരിന്റെ ആദ്യ ബജറ്റ്, മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിരിക്കുന്ന ഒരാൾ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ എന്താണ് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി, നയം എങ്ങനെ, പോയ 10 വർഷങ്ങളുടെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തം, പ്രൈവറ്റൈസേഷൻ ധവളപത്രത്തിൽ പറഞ്ഞ കാര്യം ഏത് അർത്ഥത്തിൽ ഏത് അളവിൽ നടപ്പാക്കാൻ പോകുന്നു, ഈ പറയുന്ന നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഏത് രീതിയിൽ പ്രൈവറ്റൈസേഷൻ, ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ബാക്കിയുണ്ട്. റിനു ശ്രീധർ കൂടി ചേരുകയാണ്. റിനു, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട എന്നാണെങ്കിൽ കൂടിയും സാധാരണഗതിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധനമന്ത്രിമാർ 2 വാക്കിൽ എന്താണ് ആ ബജറ്റിന്റെ നക്ഷൽ എന്നൊന്ന് പറയാറുണ്ട്. ഇതൊക്കെ അതുണ്ടായില്ല. ഹാഷ്മി, എന്തായാലും വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കരുതലും അതിജീവനവും ഒക്കെ തന്നെ മുൻനിർത്തിയുള്ള ഒരു ബജറ്റ് ആയിരിക്കും വി ഡി സതീശന്റെ ബജറ്റ് എന്നുള്ളതാണ്. എന്തായാലും വി ഡി സതീശൻ മാജിക് ഈ ബജറ്റിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് കണ്ടോൺമെന്റ് ഹൌസിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹം ഈ നിയമസഭയുടെ പിൻവശത്തെ കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്കും ഒപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്കും ഒക്കെ തന്നെ പ്രത്യേക ഊന്നൽ നൽകി, കരുതൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും ക്ഷേമ പെൻഷൻ വർധനവുണ്ടാവുമോ എന്നുള്ള ഒരു ഉറ്റുനോക്കൽ ഉണ്ട്. ഒപ്പം ഈ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിലൊക്കെ തന്നെ ഊന്നിയിട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിരിക്കുമോ ഇനിയുള്ളത് എന്നുള്ള ഒരു കാര്യവും പ്രഖ്യാപനമായി വരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാർക്കടക്കം ഈ പെൻഷൻ പ്രായത്തിൽ വലിയ വർധനവിലേക്ക് പോകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. എങ്കിൽ പോലും അവർക്ക് പെൻഷൻ, അഷ്വേർഡ് പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപനമായി ഉണ്ടാവുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് തന്നെയാകാം എന്നുള്ളതാണ് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്ന് കരുതപ്പെടുന്നു. മന്ത്രിമാരടക്കം ഈ നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശ്രീജിത്ത് കൂടി ചേരുന്നു. ഇപ്പോൾ നിയമസഭയിലേക്ക് മന്ദിരത്തിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. മറ്റെന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? SKN മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിനായി നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ ഇനി നിയമസഭാ ഫ്ലോറിലേക്ക് അല്പസമയത്തിനകം എത്തും. സഭയിലേക്ക് MLA മാർ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 9 മണിക്ക് മുന്നോടിയായി ആളുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ബജറ്റ് പ്രസംഗവുമായി മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിലെത്തി. കൃത്യം 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. UDF സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റാണ് ധനമന്ത്രി കൂടിയായ VD സതീശൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ. ധനപരമായ അച്ചടക്കം പാലിക്കാനും ധനമാനേജ്മെന്റ് ശക്തമാക്കിക്കൊണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തെ ഒരു സമുദ്ര തുറമുഖ ഹബ്ബാക്കി മാറ്റാനുള്ള തീരുമാനം, മിഷൻ സമുദ്ര തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ക്ഷേമകാര്യങ്ങളിൽ എന്താണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്, പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നത് UDF സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ, ചെറിയ തോതിലുള്ള വർധന ഉണ്ടാകുമോ എന്ന കാര്യമുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 20,500 കോടി രൂപ, ആ കുറവ് മാത്രം വാർഷിക പദ്ധതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ധനകാര്യ കമ്മീഷന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഇതുവരെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ ഇത് ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. 36,000 കോടി രൂപയുടെ വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് 20,500 കോടിയുടെ കുറവുണ്ടെന്നാണ് ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും തുക എങ്ങനെയാണ് സമാഹരിക്കാൻ പോകുന്നത്? അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പദ്ധതികൾക്കും വികസന പദ്ധതികൾക്കുമായുള്ള പണം എങ്ങനെ സ്വരൂപിക്കും തുടങ്ങി ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള VD സതീശന്റെ വിസ്മയം എന്താണ് എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ സർക്കാരിന്റെ ധനപരമായ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട്, ക്ഷേമ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ബജറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കൃത്യം 9 മണിക്ക് തന്നെ ധനമന്ത്രി കൂടിയായ VD സതീശൻ ബജറ്റ് അവതരിപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.